അത്യന്തം നാടകീയ രംഗങ്ങൾക്കും വെടിവയ്പ്പിനും ഒടുവിൽ കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതൻ ജയിലിലായി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് വാഴോട്ടുകോണം കൗൺസിലറായ സുഗതനെ പോലീസ് സാഹസികമായി പിടികൂടിയത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിലും സുഗതനെ ഒന്നാം പ്രതിയാക്കി വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. SI ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്നാരോപിച്ച് FIR രജിസ്റ്റർ ചെയ്ത കേസിൽ സുഗതന്റെ സഹോദരൻ ഉൾപ്പെടെ 5 പേർ പ്രതികളാണ്. അതേസമയം വെടിവയ്പ് ഉൾപ്പെടെ പോലീസ് നടത്തിയ നടപടികൾക്കെതിരെ BJP നേതൃത്വം ഇന്ന് രംഗത്തെത്തി. പോലീസ് തന്നെയും മകനെയും മർദ്ദിച്ചെന്ന് സുഗതന്റെ ഭാര്യ അശ്വതിയും ഇന്നലെ ആരോപിച്ചിരുന്നു. പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ ആവർത്തിച്ച് ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ കർശനമായി നേരിടേണ്ടതല്ലേ? സുഗതനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാണാമാർദി എക്സ്ട്രാ. ഏറെ നാടകീയതയ്ക്കും അസാധാരണ സംഭവങ്ങൾക്കും ഒടുവിലാണ് കാപ്പ കേസ് പ്രതിയും BJP കൗൺസിലറുമായ ആർ സുഗതനെ ഇന്നലെ രാത്രിയോടെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരം വെള്ളക്കടവ് കടയിൽ മുടുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ സുഗതൻ പ്രതിയായിരുന്നു. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചെങ്കിലും ഒടുവിൽ ഹൈക്കോടതിയും അപേക്ഷ തള്ളി. നിരവധി കേസുകളിൽ പ്രതിയായ സുഗതനെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന പോലീസിന്റെ അപേക്ഷ ഇന്നലെ കളക്ടർ അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് വട്ടിയൂർക്കാവ് SHO വിപിൻ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞ് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ സുഗതന്റെ ഭാര്യയും സഹോദരങ്ങളും ഉൾപ്പെടെ അറസ്റ്റ് നടപടികളെ എതിർത്ത് രംഗത്തെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് പോലീസിന് ആകാശത്തേക്ക് വെടിവെച്ച് സ്ഥലത്ത് തടിച്ചുകൂടിയവരെ പിന്തിരിപ്പിക്കേണ്ടി വന്നു. സുഗതനെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് പുലർച്ചെയോടെ സെൻട്രൽ ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതിനിടെ ഇന്നലെ രാത്രി പോലീസിനെ ആക്രമിച്ച കേസിലും സുഗതനെ ഒന്നാം പ്രതിയാക്കി വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു. സഹോദരനും കണ്ടാലറിയാവുന്ന 3 പേരും ഉൾപ്പെടെ 5 പേരാണ് കേസിലെ പ്രതികൾ. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഗതനും ഭാര്യ അശ്വതിയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. സുഗതനെയും അശ്വതിയെയും അവരുടെ 8 വയസ്സുള്ള മകനെയും പോലീസ് ആക്രമിച്ചു എന്ന് ഇരുവരും ആരോപിച്ചു. ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനിടെയാണ് അറസ്റ്റെന്നും ജനപ്രതിനിധി എന്ന ബഹുമാനം കൊടുക്കാതെയാണ് പിടിച്ചുകൊണ്ടുപോയതെന്നും അവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഭാര്യ എൻ്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസും അടിയില്ല. ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത്. സുഗതനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധവുമായി BJP തിരുവനന്തപുരം ജില്ലാ നേതൃത്വം രംഗത്തെത്തി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും സുഗതനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള വട്ടിയൂർക്കാവിലെ മുൻ MLA ശ്രമമാണ് അറസ്റ്റിന് പിന്നിലെന്നും BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചു. വിഷയത്തെ നിയമപരമായും ജനാധിപത്യപരമായും നേരിടുമെന്നും കരമന ജയൻ പറഞ്ഞു. CPM-ന്റെ ആസൂത്രിതമായിട്ടുള്ള പല നീക്കങ്ങളും സുഗതന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കും BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും വിഘാതം സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് CPM പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ മുൻ MLA ആണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം. മുൻ MLA-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് സുഗതനെ ഒതുക്കുവാൻ വേണ്ടി, സുഗതനെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. ശക്തമായി നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും മുന്നോട്ട് പോകാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കൗൺസിലറെ അറസ്റ്റ് ചെയ്തതിൽ അസ്വാഭാവികതയില്ലെന്നും ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കള്ളക്കഥകൾ ഇറക്കി പോലീസിന്റെ മനോവീര്യം തകർക്കേണ്ട എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്കും ഇന്ന് വ്യക്തമാക്കി. ക്രമസമാധാന പ്രശ്നം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വെടിയുതിർത്തതെന്നും സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും K. കാർത്തിക് പറഞ്ഞു. പ്രതിയെ പിടിക്കാൻ പോയ സമയത്തിൽ അവിടെ
ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നതാണ് പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP എടുത്തത്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗുണ്ടാ പ്രവർത്തനം നടത്തിയ കൗൺസിലറെ അറസ്റ്റ് ചെയ്തതിലേക്ക് മുൻ MLA എന്ന നിലയിൽ തന്നെ വലിച്ചിഴക്കേണ്ട ആവശ്യമില്ലെന്ന് VK പ്രശാന്ത് പറഞ്ഞു. മേയർ പ്രതിക്ക് സംരക്ഷണം നൽകുന്നത് ലജ്ജാകരമാണെന്നും കൗൺസിലിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്യാൻ തയ്യാറാകണമെന്നും VK പ്രശാന്ത് ആവശ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയ കേസിന്റെ ഭാഗമായിട്ടല്ലാതെ പ്രതിയായി നിൽക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാവഹമായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാകണം. അടിയന്തരമായിട്ട് ഈ പറയുന്ന കൗൺസിലറെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും നീക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2 കൗൺസിൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. സനീഷ ഒരു ജനപ്രതിനിധിയാണ്, കൗൺസിലറാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ. മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്ന റൗഡി ലിസ്റ്റിൽ 2 തവണ വന്നിട്ടുള്ളയാളാണ്. ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഉള്ള അറസ്റ്റ് നടപടികളാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അന്തിമമായതൊരു രാഷ്ട്രീയ വിവാദമായാണ് പരുവപ്പെട്ട് വരുന്നത്. എന്താണ് സനീഷിന് തോന്നുന്നത്? ഇതിപ്പോൾ രാഷ്ട്രീയ വിവാദമാകുന്നു എന്ന് മാത്രമല്ല, കൗതുകമുള്ള രാഷ്ട്രീയ വിവാദമാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ് ഭരിക്കുന്നത്. അവരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, ഇങ്ങനെ കുറച്ച് വിവാദമായ രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കരമന ജയൻ, അവിടുത്തെ പ്രധാനപ്പെട്ട BJP നേതാവ്, ആദ്യം തന്നെ പറയുന്നത് CPM നേതാവായിട്ടുള്ള VK പ്രശാന്തിലേക്കാണ്. അപ്പോൾ ഇത് കൗതുകകരമാണല്ലോ എന്ന് പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നും. അതായത് അദ്ദേഹം ഈ അറസ്റ്റ് ചെയ്ത ആഭ്യന്തര വകുപ്പിനെയോ കോൺഗ്രസ് സർക്കാരിനെയോ രമേശ് ചെന്നിത്തലയോ ഒന്നും വിമർശിക്കാതെ നേരെ പോയിട്ട് VK പ്രശാന്താണ് ഇതിന് പിന്നിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൂരെ നോക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക കൂടെ ചെയ്ത VK പ്രശാന്തിന് ഇത്രമാത്രം വലിയ സ്വാധീനമോ, ഇങ്ങനെയൊക്കെ ഉള്ള അവിടെ വിജയിച്ചു വന്നൊരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യിക്കാൻ, കോൺഗ്രസ് സർക്കാരിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ മാത്രമുള്ള ശേഷിയോ എന്ന തോന്നലാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ കോൺഫിഡൻസോടുകൂടി, ഉറച്ച ശബ്ദത്തോടു കൂടിയിട്ട് ഗുണ്ട 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 എന്നാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ വന്ന ഉടനെയാണ്, അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നതിനെ നമ്മൾ മുഖവിലക്കെടുക്കുക. ഒരു ഗുണ്ടാ വിരുദ്ധ പ്രവർത്തനത്തിൽ ആരും ആയാലും അതിൽ ശക്തമായ നടപടിയെടുക്കും. അതുകൊണ്ട് വെടിവെച്ചിട്ടാണെങ്കിലും മുകളിലേക്ക് വെടിവെച്ചിട്ടാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ മുൻകൈയെടുത്ത, അറസ്റ്റ് ചെയ്ത പോലീസിനെ അഭിനന്ദിക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുക. കാരണം രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ തന്നെയും, ജനപ്രതിനിധി എന്ന ഒരു അധിക സംരക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും ഗുണ്ടാ പരിപാടികളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്ന അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശം ഈ സർക്കാരും ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയും പോലീസും നൽകിക്കഴിഞ്ഞു. അത് ഈ സർക്കാരിൻ്റെ പ്രാഥമികമായ ദിവസങ്ങളിലാണ് എന്നോർക്കണം. എന്ന് മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന BJPയുടെ തിരുവനന്തപുരത്ത് അവർ ശക്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തെ കൗൺസിലറെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നോർക്കണം. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് വീട്ടിലേക്ക് ചെന്ന് രാത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഭാര്യയും കുട്ടികളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് തിരിച്ചു ബഹളം ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് പോലീസ് പോയിട്ട് ഇയാൾ കുഴപ്പക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കൂ എന്ന് അനുമതി കൊടുത്ത പോലീസിൻ്റെ നേതൃത്വവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിശ്ചയമായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതാണ് വസ്തുതയെങ്കിൽ. കാരണം രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അധിക ഒരു കരുത്തുണ്ട് എന്നതുകൊണ്ട് വലിയ കളി കളിക്കരുത് എന്ന നല്ല സൂചന ഈ ഗുണ്ടാ പരിപാടികൾ നടത്തുന്ന ആളുകൾക്ക് ഇവർ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒന്നിലേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത്, മുകളിലേക്ക് വെടിവെച്ചിട്ട് ഒരു സ്ഥലത്തൊരു പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നത് അങ്ങേയറ്റം അത്ഭുതപ്പെടുന്നതും ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ജനപ്രതിനിധിയാണ്. പോലീസ് ഒരു ആക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൈവശമുള്ള രേഖകൾ പ്രകാരം അറസ്റ്റ് ചെയ്യാനോ മറ്റോ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏത് പാതിരാത്രി ആണെങ്കിലും അതിന് വഴങ്ങുക എന്നതാണ് സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരോട് ആ നിലക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അവിടെ അതെല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാണല്ലോ മുകളിലേക്ക് ആവേശത്ത് വെടിവെക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ ചെയ്യുന്ന മാതിരിയുള്ളൊരു കാര്യം നമ്മൾ തിരുവനന്തപുരത്ത് കാണുകയാണ്. അത് ശരിയല്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. ഇവിടെ എത്രയോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ, നേതാക്കൾ തന്നെ അറസ്റ്റിലാവുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ നമ്മൾ കാണാറില്ല. അതിന് വഴങ്ങാണ്ട് അതിനെ നിയമപരമായിട്ട് നേരിടുക, നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനുള്ള അധികാരവും അവകാശവും BJPക്കുണ്ട്. അതവർ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നമ്മൾ അറിയുന്ന കാര്യം എന്താണ്?
കാപ്പ കേസ് ഇദ്ദേഹത്തിന് മേൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ട്. മീൻസ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ തന്നെയുണ്ട്. അപ്പോൾ കാപ്പ കേസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിമിനൽസിൻ്റെ ആക്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രത്യേക വകുപ്പാണ്. ഗുണ്ട ആക്ട് എന്ന് കൂടെ പറയും അതിന്. എന്ന് വെച്ചാൽ ഇവർ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് എന്ന് പ്രത്യേകമായ മാനദണ്ഡങ്ങളിലൂടെ പോലീസ് സംവിധാനം അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അവർ പുറത്തിരുന്നാൽ കുഴപ്പമാകും എന്നതുകൊണ്ട് പ്രിവെൻഷനായിട്ട് അറസ്റ്റ് ചെയ്താകുന്നതിനാണല്ലോ ഈ ഗുണ്ട ആക്ട് കാപ്പ കേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുള്ള ഒരാളെ BJP മത്സരിപ്പിച്ചു എന്നുകൂടെ നമ്മളിപ്പോൾ അറിയാണ് അല്ലേ? അപ്പോൾ BJP കുഴപ്പക്കാരനായുള്ള ഒരാളെ മത്സരിപ്പിച്ചു എന്നല്ലേ നമ്മൾ അറിയുന്നത്. ഈ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് വളരെ ഉറച്ച ശബ്ദത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളോട് പറയുന്ന ഈ കാര്യം ശരിയാണ് എന്നൊരു മുഖവിലക്കെടുത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തെയാണല്ലോ നമ്മളിപ്പോൾ മുഖവിലക്കെടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കാപ്പ കേസ് ഉണ്ടായിരുന്ന ഒരാളെ BJP അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. അത് BJP ചെയ്തത് ശരിയായോ എന്നവർ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇനി അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് മേൽ കാപ്പ കേസൊക്കെ ചാർത്തിയതാണ് എന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ആ സീൻ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. തിരിച്ചുള്ള കാര്യങ്ങളും കൂടെ വരാം. കാരണം അവിടെ ചെന്ന് സ്ത്രീകളും കുട്ടികളും ഉള്ളൊരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കേണ്ടതുണ്ടോ? പോലീസ് പകല് പോയിട്ട് അറസ്റ്റ് ചെയ്താൽ പോരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടെയുണ്ട്. പ്രത്യേകിച്ചും ഭാര്യയും മറ്റും വന്നിട്ട് ഇങ്ങനൊരു ആരോപണം കൂടെ ഉന്നയിച്ച സാഹചര്യത്തിൽ 8 വയസ്സുള്ള മകനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ അവിടെ ആ പ്രായത്തിലൊരു കുട്ടിയുടെ വീട്ടിൽ മുകളിലേക്ക് ഒച്ച വരിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം വലിയ ട്രോമ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് പോലീസ് കൂടെ വിശദീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ കാര്യം നമ്മളിപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്കൊരല്പം ചാഞ്ഞ് നിൽക്കാൻ തോന്നുക, ഒരല്പമല്ല കുറച്ച് കൂടുതലായിട്ട് തന്നെ ചാഞ്ഞ് നിൽക്കാൻ തോന്നുക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും പ്രകടിപ്പിച്ച അഭിപ്രായത്തോടൊപ്പമാണ്. കാരണം അവർ പറഞ്ഞാണ് ശരിയെന്നാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അന്വേഷണം നടത്തിയാൽ ഇത് എല്ലാ BJP നേതാക്കൾക്കെതിരെയോ ഏതെങ്കിലും CPM നേതാക്കൾക്കെതിരെയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയോ കാപ്പ കേസ് ചുമത്തുന്നില്ലല്ലോ, ചുമത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് വെടിവെക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ CPMകാർ ആരോപിക്കുന്നതായിട്ട് കണ്ടത്, അവരുടെ നേതാവ് ആരോപിക്കുന്നതായിട്ട് കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് തുടങ്ങിയ ഇയാൾ എങ്ങനെയാണ് വളരെ വേഗത്തിൽ സമ്പന്നനായി മാറിയത് എന്ന് പരിശോധിക്കണം. അങ്ങനെയുള്ള ആക്റ്റുകൾക്ക് അനധികൃതമായിട്ട് പണം ഉണ്ടാക്കാനും മറ്റും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന ചില ആളുകൾ പോലീസും മറ്റും തടസ്സം ഉണ്ടാക്കുമ്പോൾ അവരോട് ഗുണ്ടാ ലെവലിൽ വളരെ മോശമായിട്ട് അങ്ങേയറ്റം ക്രിമിനൽ നിയമ ലംഘനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് ഇയാൾ എന്നാണ് CPM പറയുന്നത്. അപ്പോൾ CPM കോൺഗ്രസ് ഇപ്പുറം നിന്ന് ഈ കാര്യം പറയുമ്പോൾ BJPയുടെ മേയർ വന്നിട്ട് ഈ കാപ്പ രേഖകൾ എവിടെ എന്നൊക്കെ ചോദിക്കേണ്ട രേഖകൾ ഇവർ പറയുകയും ചെയ്യും ഇന്നെന്നൊക്കെയാണ് എന്ന്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വസ്തുതകളൊക്കെ വെച്ച് അവിടങ്ങളിലൊരു പരിശോധന ഇൻഡിപെൻഡൻ്റായിട്ട് നടത്തിയാലും ഇദ്ദേഹത്തിന് ഈ അറസ്റ്റായിരിക്കുന്ന സുഗതന് ഈ നിലക്കുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ BJPയോട് സ്വാഭാവികമായിട്ടും ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളെ ഒരു ജനപ്രതിനിധി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു? ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, കുറ്റവും കേസും ഒക്കെ ഉള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് MLA ആയിരുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ടല്ലേ കോൺഗ്രസ് ഒക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും CPMന് നേരെ വരും, BJPക്ക് നേരെ വരും. കോൺഗ്രസ് ഈ പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും പോലീസിനെയും ആകെ തന്നെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് അഭിനന്ദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് എന്തായാലും ഏത് വിധത്തിൽ നിങ്ങൾ എത്ര ഉയരത്തിൽ കൂടുകൂട്ടിയാലും എത്ര വലിയ ജനപ്രതിനിധിയാണ് എന്ന സുരക്ഷ വെച്ചിട്ട് ഉയരത്തിൽ പറന്നാലും നിങ്ങളെ താഴെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യും എന്ന സൂചന ഗുണ്ടകൾക്ക് നൽകുകയും നല്ല ആത്മവിശ്വാസത്തോടെയും ഉറച്ച ശബ്ദത്തോടെയും ആഭ്യന്തരമന്ത്രി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരൊറ്റ കാര്യമുള്ളത്, പോലീസിൻ്റെ മനോവീര്യം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നതുകൊണ്ട് അത് പല കാലങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവർ ചെയ്തതിൽ എന്തെങ്കിലും നിയമലംഘനമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടെ ഒരു പൊതുസമൂഹ നിലയിൽ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. രാത്രിയിൽ പോയിട്ടുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അഭിനന്ദനം തിരിച്ചെടുത്ത് നമുക്ക് അവരെ വിമർശിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളും മറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹർഷ, റൈറ്റ്, അത് തന്നെയാണ്. അതായത് 2012 മുതൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നയാളാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അത് പുതിയ റിപ്പോർട്ടല്ലല്ലോ. മാത്രമല്ല 2014 തന്നെ റൗഡി ഷീറ്റ് തയ്യാറാക്കി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തി പോരുന്നുണ്ട്. നരഹത്യാശ്രമം അടക്കം നടത്തിയിട്ടുള്ളയാളാണ് എന്നുള്ളത് മുൻ കേസുകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ BJP ഈ വിഷയം വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ഇന്നിപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ അവിടെ കണ്ടു. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയമായി ഇയാളുടെ വളർച്ചയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ്. ഇപ്പോൾ കരമന ജയൻ അല്പം മുമ്പ് പറയുന്നത് കേട്ടത് അങ്ങനെ തന്നെയാണല്ലോ. രാഷ്ട്രീയമായി സുഗതനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായാണ് ഈ കേസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇതുവരെ വന്ന കേസുകൾ എടുത്ത് ഞാനൊന്ന് പരിശോധിച്ചു ഏതൊക്കെ കേസുകളാണ് എന്നുള്ളത്. അതിൽ രാഷ്ട്രീയം ആരോപിക്കാവുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആളുകളെ ഭീഷണിപ്പെടുത്തിയതും കത്തിക്ക് കുത്തിയതും കമ്പി വെച്ച് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള കേസുകളാണ്. ബാക്കിയെല്ലാം കൃത്യമായി പറഞ്ഞാൽ ഇത് ഇദ്ദേഹം ഒരു കൗൺസിലർ ആയതുകൊണ്ട് ഈ മട്ടിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരാളെങ്കിൽ അയാൾ ഗുണ്ടയാണ്. ഗുണ്ട എന്നുള്ള വിളി അതുകൊണ്ട് എന്താണ് ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട ഒരു വിളിയായിട്ട് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു പ്രയോഗമായി കാണേണ്ടതില്ല. ഒരു കൗൺസിലർക്ക് നേരെയാണെങ്കിലും ആഭ്യന്തരമന്ത്രി അത് പ്രയോഗിക്കുമ്പോൾ ശരിയായ പ്രയോഗം തന്നെയാണ്. കാരണം ഈ 2014 മുതൽ റൗഡി ഷീറ്റ് തയ്യാറാക്കുന്നു. 2023-ലും 2025-ലും ഒക്കെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നയാളാണ്. എനിക്കതിൽ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളെ എങ്ങനെയാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ കഴിയുക? ഇയാൾ എങ്ങനെയാണ് വോട്ട് നേടുക എന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? ആ പ്രദേശത്തുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? എങ്ങനെയാണ് ഇയാൾ അംഗീകരിക്കപ്പെടുന്നത്? പിന്നെ പല കാലത്തും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഗുണ്ടകൾ വന്നിരുന്ന് ഗീർവാണം അടിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇവരൊക്കെ അതായത് ഒതുക്കപ്പെട്ട ഗുണ്ടകൾ ഇപ്പം തിരിച്ചു വന്നിട്ട് ഗീർവാണം അടിക്കുക, പിന്നെ റീൽസ് ഇടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഈയിടെയായിട്ട് പതിവായി കാണുന്നുണ്ട്. നന്നായിട്ട് പോലീസ് ഇടികൊടുത്ത് ഒതുക്കിയതൊക്കെ തന്നെയാണ് പല ഗുണ്ടകളെയും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ കൊച്ചി നഗരത്തിലെ തന്നെ ഒരു കാലത്തെ സ്ഥിതി എന്തായാലും തനിഷേ, എന്നും ഗുണ്ടാ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ എത്ര ഗുണ്ടാ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം മനസമാധാനത്തോടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരൻ്റേതുമാണ്. അതിൽ നിയമപരമായ ചീട്ടവട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ഇടപെടൽ, ഒരാൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ അതിന് ഇവിടെ നിയമമുണ്ട്. അതല്ലാതെ ഇവിടെ ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ല. ഈ നാടിന് ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ല. അപ്പോൾ ആ നിലയ്ക്ക് കർശനമായ നടപടികൾ എടുക്കണം. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ ആഭ്യന്തര വകുപ്പിനെ, ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് എന്താ, രാഷ്ട്രീയ കേസ് എന്ന് പറയുന്നത് എന്താ? ആ ഒരു കേസ് ഞാൻ നോക്കുമ്പോൾ എന്താ, അത് വി കെ പ്രശാന്ത് MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ, അതായത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തെ തടയുന്നത് മാത്രമല്ല, അവിടെ നേരത്തെ തന്നെ ഇതിനുള്ള പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ട് വന്ന ലൈറ്റുകാരെയും മറ്റവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഓടിച്ചതാണ് ആ ഒരു കേസെന്ന് പറയുന്നത്. ആ കേസിൽ ഇദ്ദേഹം എന്താണ് അവസ്ഥ? ആ കേസിൽ ഇദ്ദേഹം ഒളിവിലാണ് എന്നാണ് പോലീസ് രേഖകളിൽ. അതായത് ഓൾറെഡി ഒളിവിലായിട്ടുള്ള കേസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം ഗുണ്ടാ പരിപാടി തന്നെയാണ്. അതാണ് ഈ രാഷ്ട്രീയ കേസ് എന്ന് പറയുന്നത്. അതായത് ഒളിവിലുള്ളയാൾ ആ ഒളിവിലിരിക്കുന്ന ആ സ്റ്റാറ്റസിൽ ഉള്ളപ്പോൾ ചെയ്ത അക്രമമാണ്. അവിടെ ഈ പറയുന്ന പട്ടികജാതിക്കാരായ ആളുകളെ ആക്രമിക്കുക, ആ നിലയ്ക്ക് തലയ്ക്ക് കമ്പി വഴിക്ക് അടിച്ച് വീഴിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ ഏർപ്പെടുന്നത്. സ്വാഭാവികമായും ഗുണ്ടാ ലിസ്റ്റിൽ 2 തവണ പെട്ടിട്ടുള്ള ഒരാൾ, ഈ കഴിഞ്ഞ 10-15 വർഷമായി നിരന്തരം ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഒരാളായി തന്നെയല്ലേ പോലീസിന് അയാളെ പരിഗണിക്കാൻ കഴിയൂ? ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം, ഓരോ ക്രിമിനലുകൾക്കും ഓരോ സ്വഭാവ രീതിയുണ്ട്. ഇയാളുടെ രീതി നിരന്തരം ജാമ്യത്തിന് ശ്രമിക്കുകയും കോടതി വഴി നിയമപരമായുള്ള എല്ലാ ലൂപ്പ് ഹോൾസും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇയാളുടെ രീതിയാണ്. അത് പോലീസ് റിപ്പോർട്ടിലുമുണ്ട്. ഇയാളുടെ രീതി ഇതാണ്. നിയമത്തിൻ്റെ പഴുത് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നോക്കി വെച്ചിട്ടാണ് ഇയാൾ ഓരോ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈ നിരന്തരം ഈ കുറ്റകൃത്യം, അതായത് ഒരാളെ കഴുത്തിന് കുത്തിയിട്ട് ആ കുത്ത് മാറി നെഞ്ചിന് കൊള്ളുകയും അതുപോലെ ഒരു കുത്ത് ശ്വാസകോശത്തിന് അടുത്ത് വരെ എത്തുകയും ചെയ്യുന്ന കുത്ത് കേസിലെ പ്രതിയാണ് ഇയാൾ. കമ്പിവടി കൊണ്ട് മുമ്പും തലച്ചടിച്ചിട്ടുണ്ട്, ഇതുപോലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാകെ ജയിലിൽ അല്ലെ കസ്റ്റഡിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് 4 ദിവസമാണ്. അതായത് ഇയാളുടെ കരിയറിൽ അയാൾക്ക് 4 ദിവസമേ കസ്റ്റഡിയിൽ പോകേണ്ടി വരുന്നുള്ളൂ. കാരണം എന്താണ്? ഇയാൾ ഈ ലൂപ്പ് ഹോൾസ് എല്ലാം പ്രയോജനപ്പെടുത്തും. അപ്പോൾ പോലീസ് ഇത്തവണയും ഈ കർശനമായ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്, ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്, ഇയാളുടെ ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത അപേക്ഷയുമായി ഇയാൾ അടുത്ത നീക്കം നടത്തും. എന്നിട്ട് അതായത് ഇയാൾ അവിടെ ഭീഷണിപ്പെടുത്തുമ്പോഴും ഇയാൾ പറയുന്നത് എന്താണ്, പല കേസുകളിൽ ഞാൻ പ്രതിയായിട്ടുള്ള ആളാണ്, ഗുണ്ടാ പിരിവുണ്ട്, പോലീസ് കേസിലുണ്ട്, പിരിവ് നടത്തുന്നത്, പിരിവ് ആവശ്യപ്പെട്ടതിന് ഇയാൾക്കെതിരെ കേസുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാളെ ആവശ്യമില്ലാതെ അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. ഈ തോളയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പരിപാടി അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചേരുന്ന പരിപാടിയല്ല. ഗൂണ്ടകളെ പ്രോത്സാഹിപ്പിക്കാനോ ഗൂണ്ടകൾക്ക് പലപ്പോഴും അവരൊരു ഹീറോയിസം ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ആളുകൾ ആഘോഷിക്കും. ഇപ്പോൾ ഈ റീൽസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, പഴയ ഗുണ്ടകൾ, റിട്ടയേർഡ് ഗുണ്ടകൾ ഭയങ്കരമായി റീൽസ് ഇട്ട് കളിക്കും, അവരെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കും, കൈയടിക്കും. അതിനിടയിൽ അയ്യോ മാസമാണ്, മരണമാസമാണെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളൊക്കെ വരും. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഈ
കൊണ്ട് കേക്ക് മുറിക്കും. അതെ, കൊടുവാൾ കൊണ്ട് കേക്ക് മുറിക്കുക, ഇതൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മളിത് സത്യത്തിൽ ഇത് കാണുമ്പോൾ പാവങ്ങൾ വിടുക എന്നുള്ള. പക്ഷേ ഇതിൻ്റെ ഒരു ഹീറോയിസം ഈ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും അതിനനുസരിച്ച് ഇയാൾ ഒരു ഗംഭീര കക്ഷിയാണ് എന്നുള്ള മട്ടിൽ അവതരിക്കപ്പെടുന്ന ഒരാളെ നാളെ സ്ഥാനാർത്ഥിയാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത് വീണ്ടും നടപ്പാവില്ലേ? ഇത് ഇന്ത്യയിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരം ജംഗിൾ രാജ്. അതിലേക്ക് നമ്മൾ പോയി കൂടാ. നമ്മുടെ സംസ്ഥാനം അങ്ങനെ പോകരുത്. ഗുണ്ടകളുണ്ടാവും. ഗുണ്ടകൾ ഇനിയിപ്പോൾ ഏത് സമൂഹത്തിലും ഈ തരത്തിൽ കുറേ ക്രിമിനൽ പ്രവൃത്തി ചെയ്ത് എന്താണ് അന്നത്തിനുള്ള വക നാട്ടുകാരൻ്റെ മുതുകത്ത് കയറി കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ടാവും. അവരാ മട്ടിൽ ജീവിച്ചു പോവും. അവരെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അത് ആ മട്ടിൽ കൈകാര്യം ചെയ്യപ്പെടും. ഇപ്പോൾ വേറൊരു ബിസിനസ്, വേറൊരു സംവിധാനം കൂടി ഇപ്പോൾ കണ്ടിട്ടുണ്ട്. വളരെ കൗതുകരമായ കാര്യം. അതുകൊണ്ട് വെറുതെ പറഞ്ഞല്ലോ. കാരണം ഈ ഗുണ്ടകൾ, റിട്ടയർഡ് ഗുണ്ടകളെല്ലാം കൂടെ റീൽസ് ഇടാൻ തുടങ്ങി. അവരെ കുറിച്ചുള്ള ചരിത്രവും അവധാനങ്ങളും ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേറൊരു സാധനം എന്താണെന്ന് അറിയാം? റിട്ടയർഡ് പോലീസുകാർ, ഇവരെ ഞങ്ങൾ പണ്ട് ഇടിച്ച കഥ, ഇവരെ കൈകാര്യം ചെയ്ത കഥ, അതിനും ഒരു മാർക്കറ്റ് ഉണ്ടായി എന്നുള്ളത്. അതൊക്കെ അവിടെ കളിക്കുക. അല്ലാതെ ഇവർ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മളെ ഭരിക്കുന്നവരായി വരുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവാം, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാവാം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ അങ്ങനെയല്ല. BJP കാണേണ്ടുന്നൊരു കാര്യം, BJP മനസ്സിലാക്കേണ്ട കാര്യം, BJP പിന്നെ കേരളത്തിന് പുറത്തുള്ള പല രാഷ്ട്രീയം എടുത്ത് ഇവിടെ പയറ്റി നോക്കി അവർക്ക് അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ കേരളത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് അത്യാവശ്യം സാത്വികമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവരിപ്പോൾ 3 സീറ്റൊക്കെ വന്നത്. ഇപ്പോൾ കേരളം എന്നായിരുന്നു അവർ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കേരളം എന്ന ശരിക്കും പേരുണ്ടാക്കിയ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ അവർ കേരളത്തിന് വഴങ്ങി. വല്ലാതെ ഇസ്ലാം വിരുദ്ധത, മുസ്ലിം വിരുദ്ധമൊന്നും പറയാതെ ഇപ്പോൾ ഏതായാലും കേരളത്തിന് വഴങ്ങിയിട്ടാണ്. അതുകൊണ്ട് ഇത് കാര്യത്തിൽ കൂടെ അവരൊന്ന് നോക്കിയിട്ട് BV രാജേഷൊക്കെ വളരെ മാന്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ. അപ്പോൾ അദ്ദേഹമൊക്കെ വെറുതെ ഇപ്പം അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. പക്ഷേ വല്ലാതെ കുഴപ്പത്തിലാകാതെ ഇയാളൊരു കുഴപ്പക്കാരനാണെന്ന് കണ്ടിട്ട് നമ്മൾ നാട്ടുകാരെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് കയറേണ്ട പൊതുപ്രവർത്തകരുടെ, കേരളത്തിലെ അനവധിയായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെ ആയിട്ടുള്ള നേതാക്കളുടെ ശ്രേണിയിലേക്കുള്ള ആളുകളെ കൊണ്ടുവരിക എന്നല്ലാതെ ഈ ഗുണ്ടാ പരിപാടി നടത്തിയ ആളുകളെ തള്ളിക്കളയുന്നതാണ് അവർക്ക് നല്ലത് എന്ന് സദ്ബുദ്ധിയ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉപദേശം എന്ന് അവർ സ്വീകരിക്കണമെങ്കിൽ ആൾക്കാർ ഇപ്പോൾ താഴെന്ന് കളിയാക്കും. പക്ഷേ എന്നാലും പറയുമ്പോൾ പറയണമല്ലോ, നിങ്ങൾക്ക് നല്ലത് അതാണ്. കാരണം ഇമാതിരി ഗുണ്ടകളെ കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് കൊള്ളാവുന്ന ലീഡേഴ്സിനെ നിർത്തുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് നല്ല കയ്യടി കിട്ടാനാണ് സാധ്യതയുള്ള ഈ നടപടി. ഇതിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല നടത്തുന്ന ഇടപെടലുകൾ അത് സ്വാഭാവികം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കാനാണെങ്കിൽ വേറെ പല തലമുണ്ട്. ഇത് അതിലേക്കൊന്നും കിടക്കേണ്ട സമയമല്ല ഇത്. പക്ഷേ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിങ്ങനെ സർക്കാർ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ ധൈര്യത്തോടെ സ്വീകരിച്ച ഒരു നടപടിക്രമമായി തന്നെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. മാത്രമല്ല അതിനെ ഏതെങ്കിലും തരത്തിൽ സാധാരണ ഒരു അത് വേണമെങ്കിൽ മന്ത്രിക്ക് അത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകാം, എന്തായാലും ഇയാൾ പട്ടികയിൽപ്പെട്ടയാളാണല്ലോ എന്ന മട്ടിലേക്കുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ പതിവായി കാണാറ്. അങ്ങനെയല്ല, അയാൾ ഗുണ്ടയാണ്, അയാളകത്ത് കിടക്കേണ്ട ആളാണ് എന്ന മറ്റുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഉള്ളപ്പോൾ കേസുകളെല്ലാം, ഇയാൾക്കെതിരെയുള്ള കേസുകളെല്ലാം വിചാരണ നടപടികളിലോ ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളൊന്നുമല്ല. അത് വരട്ടെ. അങ്ങനെ അതും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അത്യന്തം നാടകീയവും സംഘർഷഭരിതവുമായ രംഗങ്ങളാണ് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ കൗൺസിലറായ R. സുഗതനെ പിടികൂടുന്നതിനിടെ ഉണ്ടായത്. അസാധാരണമായ പോലീസ് നടപടികൾക്ക് പുറമേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കാപ്പ കേസിൽ ഒരു ജനപ്രതിനിധി അറസ്റ്റിലായി എന്നതും ഇന്നലത്തെ സംഭവത്തിൻ്റെ പ്രത്യേകതയാണ്. സുഗതനെ കരുതൽ തടങ്കലിലാക്കേണ്ടത് പൊതുജന സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നതാണ് കളക്ടർക്ക് സമർപ്പിച്ച കാപ്പ റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുള്ളതെന്നും വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു ജനപ്രതിനിധി ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു ട്രാക്ക് റെക്കോർഡാണ് സുഗതൻ ഉള്ളത് എന്ന് റിപ്പോർട്ടിൽ നിന്ന് എന്തായാലും വ്യക്തമാണ്. എന്നാൽ സംഭവത്തിൽ പോലീസ് തൻ്റെ ഭാര്യയെയും മകനെയും മർദ്ദിച്ചു എന്ന സുഗതൻ്റെ ആരോപണവും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാരണവശാലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. ഇനിയെങ്കിലും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ മാറ്റി നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.